മതി ആരോടും പറയാതെ അവളുടെ പ്രൊഫസറുടെ കൂടെ ഓടിപ്പോയ സങ്കടത്തിൽ അവളുടെ അച്ഛനും അമ്മയും കെട്ടിത്തൂങ്ങി മരിക്കുന്നുണ്ട്. അത് കണ്ടാണ് മതിയുടെ അനിയനായിട്ടുള്ള മാരനകെ തകർന്നു പോകുന്നത്. അപ്പൊ മതിയെ കണ്ടുപിടിക്കാനായി അവൻ ചെന്നൈയിലേക്ക് എത്തുന്നുണ്ട്. അവൾ എവിടെയാണ് താമസിക്കുന്നത് കണ്ടുപിടിക്കുന്നുമുണ്ട്. മതിക്ക് ഇപ്പൊ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനോട് മാത്രമാണ് മാരൻ നല്ല പോലെ സംസാരിക്കുന്നത്. മതിയുടെ വീട്ടിലാണ് മാരൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവളോട് അവനക്ക് വലിയ ദേഷ്യമായിരുന്നു. ഇപ്പൊ ആ ഒരു പ്രൊഫസർ മാരനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തില് ഗ്രാമത്തിൽ വന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടായിരുന്നു ക്ഷമിക്കാനായിട്ടൊക്കെ പറയാണ്. എന്നാൽ മാരൻ ഇപ്പോഴും വലിയ ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു. ക്ഷമിക്കാനുള്ള മൈൻഡ് ഒന്നും എനിക്ക് ഇല്ലാന്നാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ഒരു അച്ഛനെയും അമ്മയും കാണിക്കാണ്. തന്റെ മകളുടെ കല്യാണം ഒരാഴ്ചക്കുള്ളിൽ നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. മകളെ കാണാനില്ല എന്ന് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നത്. പോലീസുകാരും എന്തെങ്കിലും വിവരം കിട്ടാൻ അറിയിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മാരൻ ഇപ്പോ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ അവന്റെ അച്ഛന്റെ ജോലി ആയിട്ടുള്ള പോസ്റ്റ്മാന്റെ ജോലി കിട്ടുന്നുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത അവൻ മതിയോട് പറയുന്നില്ല. പകരം മതിയുടെ കുട്ടിയോട് ചെന്നിട്ട് മാമന് ജോലി കിട്ടി എന്നാണ് പറയുന്നത്. മതിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവൾ വിചാരിച്ചിരുന്നത് മാരൻ തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഇവനിക്കിപ്പോ പോസ്റ്റ്മാന്റെ ജോലി കിട്ടിയോണ്ട് അവൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ മതിയും ഈ പോസ്റ്റ്മാന്റെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഓരോരുത്തരെ കാണേണ്ടതായിട്ട് വരും. അപ്പൊ എല്ലാവരും ചിലപ്പോൾ നിന്നെ കളിയാക്കും. അത് നിനക്ക് താങ്ങാൻ പറ്റോ? അതുകൊണ്ട് നീ ഇവിടെ എന്റെ കൂടെ തന്നെ ഇരിക്കാനായിട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ദേഷ്യത്തോടുകൂടി മാരനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്യാം, എനിക്കാണോ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ച് ചൂടാവുന്നുണ്ട്. ആ ഒരു കൊച്ചു പോലും അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ അവൻ എന്തായാലും പോകുമെന്ന് ഉറപ്പിക്കാണ്. ഇത് പറയാനായിട്ട് അവന്റെ കോളേജിൽ ഗേൾ ഫ്രണ്ട് ആയിരുന്ന പ്രഭയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളിപ്പോ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. മാരനെ കണ്ട ഇൻസ്പെക്ടർ അവനെ കുള്ളെന്ന് വിളിച്ച് കളിയാക്കാണ്. ആ ദേഷ്യത്തില് ഇൻസ്പെക്ടറുടെ വയറ്റിനിട്ട് അവൻ കുത്തുന്നുണ്ട്. ഇത് കണ്ടുവന്ന പ്രഭ വേഗം തന്നെ അവനെ വിളിച്ചോണ്ട് പോവാണ്. കോളേജ് ടൈമിൽ ഇവർ തമ്മി ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടം പറയാന്ന് വിചാരിച്ച ആ ഒരു ദിവസത്തിന്റെ തലേ ദിവസമാണ് മതി ഒളിച്ചോടി പോയത്. അതിൽ പിന്നെ അവൻ കോളേജിലേക്ക് പോയിട്ടുമില്ല. ഇപ്പോഴും അവൻ പിരിയാൻ പോകുന്നതാണെന്ന് പ്രഭക്ക് മനസ്സിലാവുന്നുണ്ട്. പിറ്റേ ദിവസമെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിക്കാണ്. അന്ന് മാരന്റെ വീട്ടിലേക്ക് പ്രഭ വരുന്നുണ്ട്. ആ സമയത്താണ് അവന്റെ അയൽവക്കത്തുള്ള ഒരു ബാനു എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ കാണാനില്ലാന്നും ആ ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അച്ഛനും അമ്മയും വലിയ വിഷമത്തിലാണെന്നെല്ലാം പറയുന്നത്. പ്രഭ അത് നോക്കാമെന്ന് പറയുന്നുണ്ട്. അന്ന് അവര് രണ്ടുപേരും പുറത്തെല്ലാം ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട്. മാരൻ പഠിപ്പ് നിർത്തിയതിനു ശേഷം പ്രഭക്ക് അവനെ മറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെ വീട്ടിലെല്ലാം അവൾ വന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും തന്നെ അവനെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും മാരൻ പഴയ പോലെയല്ല, വലിയ സൈലന്റ് ആയിരുന്നു. കാരണം അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മതിയോട് ഇപ്പോഴും അവൻ നന്നായിട്ടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് അവൻ പോകാനായിട്ട് നിൽക്കുന്നത്. ആ ദിവസം ആ വീട്ടിൽ എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജയിൽ ഉണ്ടായിരുന്ന പ്രസാദം കൊടുക്കാനായി അപ്പുറത്തെ വീട്ടിലേക്ക് മതി പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളിൽ ആളനൊക്കെ ഉണ്ട്. കഥക് തുറക്കുന്നില്ല എന്ന് തന്റെ അമ്മായിമ്മയോട് മതി പറയുന്നത് കേട്ട മാരൻ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ആ ഒരു വീട്ടിലേക്ക് ഓടി പോകുന്നുണ്ട്. പിന്നാലെ മതിയും പോകുന്നുണ്ട്. അവൻ ജനൽ വഴി എത്തി നോക്കുമ്പോഴാണ് അവിടുത്തെ 2 അച്ഛനും അമ്മയും കെട്ടിത്തൂങ്ങി മരിക്കാനായിട്ട് പോകുന്നത്. ഒരു എയർ ഹോളിന്റെ ഉള്ളിൽ കൂടെ മാരൻ അകത്തേക്ക് കയറി കത്തി വെച്ച് ആ കയറ അറുത്ത് വിടുന്നുണ്ട്. അവന്റെ അച്ഛനെയും അമ്മയെയും അവൻക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും അപരിചിതരായ 2 അച്ഛനെയും അമ്മയെയും അവൻ രക്ഷിക്കാണ്. നിങ്ങളുടെ മകളല്ലേ പോയിട്ടുള്ളൂ, മകനായ ഞാൻ ഇപ്പോഴും ഇല്ല എന്നാണ് അവൻ ആദ്യം തന്നെ ചോദിക്കുന്നത്. കാരണം അവനക്ക് അവന്റെ അച്ഛന്റെ അമ്മയുടെയും ഓർമ്മ വന്നിരുന്നു. ആ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരാമെന്ന് മാരൻ ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.